ഏറ്റവും മനോഹരമായ പാട്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നവർ ബദർ യുദ്ധ സമയത്ത് പാടിയ വരിയാണ്. വബിയൗമി ബദരിൻ ഇദ് യസുദ്ദു വുജൂഹഹും ജിബ്രീലു തഹ്ത ലിവാഇനാ വമുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം. വബിയൗമി ബദരിൻ ഇദ് യസുദ്ദു വുജൂഹഹും ജിബ്രീലു തഹ്ത ലിവാഇനാ വമുഹമ്മദു. വിശുദ്ധമായ ബദർ യുദ്ധം നടക്കുമ്പോൾ ശത്രുക്കൾക്കെതിരെ പടപൊരുതുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്, നമ്മുടെ പതാകയ്ക്ക് കീഴെ. വമുഹമ്മദു, മുഹമ്മദ് നബി തങ്ങളുമാണ്. ഇങ്ങനെ ആയിരക്കണക്കിന് വരികൾ, ആ വരികൾ സമ്മാനിച്ചതിന്റെ പേരിൽ ഫഹുവ ഖായിദുശ് ശുഅറാഇ ഇലൽ ജന്ന, കവികളിൽ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവരുടെ നേതാവാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. കാരണം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളായിരുന്നു, നല്ല കവിയാണ്. കവിത എന്ന ആ ഒരു സ്കിൽ അള്ളാഹുവിന് വേണ്ടി കൊടുത്തപ്പോ സ്വർഗത്തിലേക്ക് കവികളെ നയിച്ചു കൊണ്ടുപോകുന്ന മഹാൻ. സ്വഹാബികളിൽ മറ്റൊരു കവിയുണ്ട്, മുഅ്തയിലെ ഷഹീദായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. അവിടെ സിയാറത്ത് ചെയ്യാൻ പറ്റും, ഞാൻ പോയിട്ടുണ്ട്. മുഅ്തയിൽ ജോർഡാനിൽ അമ്മാനിൽ നിന്നും 400 കിലോമീറ്റർ അപ്പുറത്ത് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിലേക്ക് കയറുമ്പോഴേക്കും സുഗന്ധം അടിക്കാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു മഖാമാണ്. കുറച്ചിപ്പുറത്ത് ഒരു 1/2 കിലോമീറ്റർ ഇപ്പുറത്ത് സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു, ജഅഫർ തയ്യാർ റളിയല്ലാഹു, 2 സ്വഹാബിമാരുണ്ട്. അല്പം മാറിയിട്ടൊരു ചെറിയ പള്ളിയോട് ചേർന്ന് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു കറക്കിൽ മുഅ്തയിൽ. ഹബീബിന്റെ ഷാഇറാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഫസബ്ബതല്ലാഹു മാ ആതാക മിൻ ഹസനിൻ തസ്ബീത മൂസാ വനസ്റൻ കല്ലദീ നുസിറാ. ഫസബ്ബതല്ലാഹു, കുറച്ചുകൂടെ കൂട്ടാണ്ടോ, ചെറിയൊരു പ്രശ്നം. ഫസബ്ബതല്ലാഹു ما آتاك من حسن تثبيت موسى ونصرا كالذي نصره. فثبت الله ما آتاك من حسن تثبيت موسى ونصرا كالذي نصره. ഹബീബായ നബി തങ്ങളോട് മനോഹരമായി പറയുന്നു, നബിയേ, അല്ലാഹു അങ്ങേക്ക് നൽകിയ സർവ്വ ഗുണങ്ങളും അല്ലാഹു അങ്ങേക്ക് നിലനിർത്തി തരട്ടെ. തസ്ബീത മൂസാ, മൂസാ നബി അലൈഹിസ്സലാമിനെ അടിപതറാതെ നിർത്തിയതുപോലെ, വനസ്റൻ കല്ലദീ നുസിറ, ഫറോവയ്ക്കെതിരെ മൂസാ നബി അല്ലാഹു സഹായിച്ച പോലെ അല്ലാഹു അങ്ങേയും സഹായിക്കട്ടെ. റസൂലുള്ളാഹി തങ്ങൾ ഹബീബിനെ കുറിച്ച് ഒരുപാട് മദ്ഹ് ഗാനങ്ങൾ പാടിയ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. നമ്മുടെ കുട്ടികളിൽ കഴിവുള്ള ആളുകളുണ്ട്, ആ കഴിവുകൾ നല്ല വഴിക്ക് പരിപോഷിപ്പിക്കുക. നമ്മുടെ റബീഉൽ അവ്വലൊക്കെ വരുമ്പോ നമ്മുടെ മക്കളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ്. മാഷാ അല്ലാഹ്. അതിനെ നല്ല വഴിക്ക് ഡൈവേർട്ട് ചെയ്തു കൊടുത്താൽ ആ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകും. നമ്മൾ ഏത് വഴിക്കാണോ അവരെ തിരിച്ചുവിടുന്നത്, അങ്ങനെയാണ് റിസൾട്ട് വരുന്നത്. ലൗലം തകുൻ ഫീഹി ആയാതും മുബയ്യിനതുൻ കാനത് ബദീഹതുഹു തുംബീക ബിൽ ഖബരി. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രവാചകത്വം തെളിയിക്കാൻ വേണ്ടി ഒരുപാട് പ്രകടമായ തെളിവുകൾ ഇല്ലെങ്കിൽ തന്നെയും കാനത് ബദീഹതുഹു തുംബീക ബിൽ ഖബരി, ആ പ്രവാചകരെ കാണുന്നത് തന്നെ ഇത് സത്യപ്രവാചകനാണെന്ന് സാക്ഷ്യം വഹിക്കുന്ന കാഴ്ചയാണല്ലോ. ആരുടെ വരികളാണ്? അബ്ദുല്ലാഹി ഇബ്നു റവാഹ തങ്ങളുടെ. മുഅ്തയിലേക്ക് പോകുന്നു. റോമക്കാരുമായി നടന്നൊരു യുദ്ധത്തിലേക്കാണ് പോകുന്നത്. മുഅ്ത മദീനയിൽ നിന്ന് ഒരുപാട് കിലോമീറ്ററുകൾ അപ്പുറം, 800 കിലോമീറ്റർ അതിലേറെ. മുഅ്തയിലേക്ക് യാത്ര പോകുമ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ആ സൈന്യത്തിന്റെ പതാക വാഹകനാണ്. നബി തങ്ങൾ പറഞ്ഞു, സയ്യിദ് ഇബ്നു ഹാരിസ പതാക പിടിക്കണം. അവര് മരിച്ചാൽ ജഅഫർ തയ്യാർ എന്നവർ, ജഅഫർ ഇബ്നു അബീ ത്വാലിബ് എന്നവർ, അവരും ഷഹീദായാൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹ മൂന്നാമത്തെ ആളാണ്.
യുദ്ധം കൊടുമ്പിരി കൊണ്ടു റോമക്കാർ. ലക്ഷത്തോളം വരുന്ന റോമക്കാരോട് 3000 വരുന്ന സ്വഹാബികളാണ് പടപൊരുതുന്നത്. ആ സമയത്ത് സ്വന്തം ശരീരത്തോട് മഹാനവറുകൾ പറഞ്ഞൊരു വാക്കുണ്ട്, അഖ്സംതു യാ നഫ്സു ലതൻസീലന്ന ലതൻസീലന്ന ഔ ലാ തുക്റഹന്ന ഇൻ അജ്ലബന്നാസു വശദ്ദുറന്ന മാലി അറാകി തക്റഹീനൽ ജന്ന. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ തങ്ങളുടെ മഖാമിൽ മഹാനുഭാവന്റെ ഒരുപാട് കവിതകൾ എഴുതി വെച്ചിട്ടുണ്ട്. യുദ്ധത്തിൽ പാടുകയാണ്. അവരൊക്കെ നിമിഷ കവികളാണ്. അഖ്സംതു യാ നഫ്സു ലതൻസീലന്ന, ശരീരമേ ഞാൻ അല്ലാഹുവിനോട് ശപഥം ചെയ്തിരിക്കുന്നു, നീ ഇവിടെ ഇറങ്ങണം ഈ യുദ്ധക്കളത്തിൽ. ലതൻസീലന്ന ഔ ലാ തുക്റഹന്ന, നീ ഇറങ്ങിയില്ലെങ്കിൽ നിന്നെ നിർബന്ധിപ്പിച്ച് ഞാൻ ഇറക്കും. ഇൻ അജ്ലബന്നാസു വശദ്ദുറന്ന മാലി അറാക തക്റഹീനൽ ജന്ന മാലി അറാകി തക്റഹീനൽ ജന്ന. ശരീരമേ നീ സ്വർഗം വെറുക്കുകയാണോ, നീ എങ്ങോട്ടാണ് പിന്തിരിഞ്ഞോടുന്നത് എന്ന് സ്വന്തം ശരീരത്തോട് പറയുകയും പടപൊരുതി വീരമൃത്യു വരിക്കുകയും ചെയ്ത മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഹബീബിനോട് മദീനയോട് യാത്ര പറയുമ്പോൾ കരഞ്ഞിട്ടുണ്ട്. ഹബീബിനോട് പറയുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഒരു തിരിച്ചു വരവില്ലാത്ത പോക്കാണത്. ഖലഫസ്സലാമു على امرئ ودعته في النخل خير مودع وخليلي. ഞാനിതാ ഏറ്റവും നല്ല എൻ്റെ ജീവന് തുല്യം സ്നേഹിക്കുന്ന കൂട്ടുകാരനോട്, അഷ്റഫുൽ ഖൽഖിനോട് സലാം പറഞ്ഞു പോരുകയാണ്. ഖലഫസ്സലാമു അലാ ഇംറിഇൻ വദ്ദഅതുഹു ഫിന്നഖ്ലി ഖൈരി മുവദ്ദഇൻ വഖലീലി. സ്വഹാബിമാർ പറഞ്ഞു, അബ്ദുല്ലാഹ് നറാക അലൽ ഖൈർ, അബ്ദുല്ലാഹ് നിങ്ങൾ പോയി തിരിച്ചു വരിൻ, നമുക്ക് കാണാം. അഹം പറഞ്ഞേ വരുന്നില്ല, വരാനുള്ള പോക്കല്ല ഇത്. ലകിന്നനി അസ്അലു റഹ്മാന മഗ്ഫിറതൻ വതഅനതൻ ദാത ഫർഇൻ തഖ്ദിഫു الزبدا حتى يقال إذا مروا على جدثي يا أرشد الله من غاز وقد رشدا. മഹാൻ പറയുന്നു, തിരിച്ചു വരാനുള്ള വരവല്ല ഞാൻ പോകുന്നത്. ലകിന്നനി അസ്അലു റഹ്മാന മഗ്ഫിറതൻ, ഞാൻ കാരുണ്യവാനോട് മാപ്പ് ചോദിക്കുകയാണ്, അവൻ എനിക്ക് പുറത്തു തരണം. വതഅനതൻ ദാത ഫർഗിൻ തഖ്ദിഫു الزبدا, എന്റെ ഹൃദയം തുളച്ചു കയറുന്ന വിധം അമ്പും വില്ലും തറച്ച് കുന്തം തറച്ച് എനിക്കൊരു രക്തസാക്ഷിത്വം വേണം. ഹത്താ യുഖാല ഇദാ മർറു അലാ ജദസി, എന്റെ ഖബറിന്റെ അരികിലൂടെ അവർ കടന്നു പോകുമ്പോൾ പറയണം, യാ അർഷദല്ലാഹി മിൻ ഗാരിൻ വഖദ് റഷദാ, ഞങ്ങളെക്കാളും എത്രയോ തന്റെ ഇടമുള്ള അബ്ദുല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹു സന്മാർഗം തന്നിരിക്കുന്നു എന്ന് എന്നെ കാണുമ്പോൾ നിങ്ങൾ പറയണം, തിരിച്ചു വരാനല്ല ഞാൻ പോരുന്നത് എന്ന് സ്വഹാബികളോട് മദീനയിൽ വെച്ച് പറഞ്ഞ പോലെ പിന്നെ മദീനത്തേക്ക് വന്നിട്ടില്ല. സ്വഹാബിമാർ ആ മഹാനുഭാവന്റെ ഖബർ സന്ദർശിക്കുമ്പോൾ ഈ വരികൾ പറയാറുണ്ട്, യാ അർഷദല്ലാഹി മിൻ ഗാരിൻ വഖദ് റഷദാ, യാ അർഷദല്ലാഹി മിൻ ഗാരിൻ വഖദ് റഷദാ. നോക്കണം, ഇവരെല്ലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽ കഴിവുകൾ ഉണ്ടായിരുന്നവർ. അർഹമു ഉമ്മതി ബി ഉമ്മതി അബൂബക്കറിൻ, എന്റെ സമുദായത്തിൽ ഏറ്റവും കരുണയുള്ള ആൾ അബൂബക്കറാണ് റളിയല്ലാഹു അൻഹു. വഅഫ്റദുൻ നാസ്, ജനങ്ങളിൽ ഹലാലും ഹറാമും ഏറ്റവും കൂടുതൽ അറിയുന്നത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. വഅഫ്റദുൻ നാസ് ഇൽമുൽ ഫറായിദ്, ഏറ്റവും കൂടുതൽ അറിയുന്നത് മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. സയ്യിദുൽ ഖുറാ,
ഖാരിഈങ്ങളുടെ നേതാവ്, ഖുർആൻ പഠിക്കുന്നവരുടെ നേതാവ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വസൈഫുല്ലാഹിൽ മസ്ലൂൽ, അല്ലാഹുവിന്റെ ഊരപ്പെട്ട വാള് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു വഅമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. ഓരോരുത്തരുടെയും കഴിവുകളെ ഹബീബായ നബി തങ്ങൾ പ്രത്യേകം തിരിച്ചറിയുകയായിരുന്നു. ഓരോരുത്തരുടെയും കഴിവുകൾ ഒരാളെ കൊണ്ട് എല്ലാം ചെയ്യാൻ കഴിയണം എന്നില്ല. പക്ഷേ ഓരോരുത്തരുടെയും കഴിവുകൾ നല്ല വഴിയിലേക്ക് ചെലവഴിക്കുകയാണെങ്കിൽ വഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ചിരുന്ന പ്രത്യേകമായൊരു ദുആയുണ്ട്. അത് അദ്കാറുസ് സ്വബാഹി വൽ മസാഇൽ നമുക്ക് കാണാനും പഠിക്കാനും കഴിയും. അത് നമ്മൾ പഠിക്കേണ്ട ദുആയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ് ദുനിയാ വൽ ആഖിറ, അല്ലാഹുവേ ഈ ലോകത്തും പരലോകത്തും എനിക്ക് ആഫിയത്ത് നൽകണമേ. اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي. അല്ലാഹുവേ ഈ ലോകത്തും പരലോകത്തും എൻ്റെ ദീനിലും എൻ്റെ ദുനിയാവിലും എൻ്റെ മക്കളിലും എൻ്റെ സമ്പത്തിലും അല്ലാഹുവേ നീ ആഫിയത്ത് നൽകണം, എനിക്ക് മാപ്പും നൽകണം. അല്ലാഹുമ്മ അസ്തുർ ഔറാതി, എന്റെ രഹസ്യങ്ങളെ മറച്ചു വെക്കണേ റബ്ബേ. വആമിൻ റൗആതി, എന്റെ പേടികൾക്ക് അഭയം നൽകണേ തമ്പുരാനെ. നമ്മളൊക്കെ പേടിച്ച് ജീവിക്കണ്ടാവും ചിലപ്പോ. വആമിൻ റൗആതി, എന്നമേ വഹ്ഫദ്നി മിൻ ബൈനി യദയ്യ, എന്നെ സംരക്ഷിക്കണേ എന്റെ മുന്നിൽ നിന്ന്. വമിൻ ഖൽഫി, എന്റെ പിന്നിൽ നിന്ന്. വഅൻ യമീനി, എന്റെ വലത്ത് നിന്ന്. വഅൻ ശിമാലി, എന്റെ ഇടത്ത് നിന്ന്. വമിൻ ഫൗഖി, എന്റെ മേലെ നിന്ന്. വഅഊദു ബിഅദമതിക അൻ ഉഗ്താല മിൻ തഹ്തി, എന്റെ കാലിനടിയിലൂടെ നിന്റെ അദാബ് വരാതെ നീ എന്നെ കാത്തുകൊള്ളണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആയിരുന്നത് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ദുആയാണ്. എല്ലാം ഉണ്ട് അതിൽ. നമ്മുടെ കഴിവുകൾ നഷ്ടപ്പെടാതിരിക്കാനും നമ്മുടെ കഴിവുകൾ നല്ല വഴിയിലേക്ക് അതിനെ മാറ്റിക്കൊടുക്കാനും ആരോഗ്യത്തോടെ ദുനിയാവിൽ കഴിയുന്ന കാലത്തോളം ജീവിക്കാനും ഈ പ്രാർത്ഥന പഠിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ് ദുനിയാ വൽ ആഖിറ. എല്ലാവരും ഒന്ന് ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയ ഫിദ് ദുനിയാ വൽ ആഖിറ. اللهم إني أسألك العفو والعافية، أسألك العفو والعافية في ديني ودنياي وأهلي ومالي. اللهم استر عوراتي وآمن روعاتي من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أغتال. ഇനിയൊരു പ്രൊട്ടക്ഷൻ ഇതിനപ്പുറം ചോദിക്കാനില്ല. എൻ്റെ വലത്ത്, എൻ്റെ ഇടത്ത്, എൻ്റെ മുന്നില് പിന്നില്, എനിക്ക് താഴെ, എനിക്ക് മീതെ എല്ലാം നീ കാവൽ നൽകണമേ. അല്ലാഹുമ്മ ഹ്ഫദ്നി, എന്നെ കാത്തുകൊള്ളണമേ. പേടികൾക്ക് നിർഭയത്വം നൽകണം. എന്റെ രഹസ്യങ്ങളെ, എന്റെ ന്യൂനതകളെ മറച്ചു വെക്കണമേ. അല്ലാഹുമ്മ അസ്തുർ ഔറാതി. ഒരു മനുഷ്യൻ എത്രയെല്ലാം ന്യൂനതകൾ കാണും. ന്യൂനതയില്ലാത്തത് ആരാണ്? അത് അല്ലാഹുവിനോട് മറച്ചു തരാൻ ദുആ ഇരക്കണം. അല്ലാഹുമ്മ അസ്തുർ ഔറാതി വആമിൻ റൗആതി. അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത് അൽ ആലിമു ലാ യഖ്രിഫ്. പണ്ഡിതനായ ഒരു വാർദ്ധക്യ സമയത്ത് ബോധമില്ലാത്ത അവസ്ഥ വരികയില്ല. പിച്ചും പേയും പറയുന്ന പറയില്ലേ, വാർദ്ധക്യ സമയത്ത് എന്താ പറയുന്നതെന്ന് അറിയില്ല. അത് ആലിമീങ്ങൾക്ക് വരൂല. സ്വാലിഹീങ്ങളായ ആലിമീങ്ങൾക്ക് എന്താണ് പറയുന്നത് എന്ന് ബോധ്യമില്ലാതെ വേണ്ടാത്തത് വിളിച്ചു പറയുകയോ അർത്ഥശൂന്യമായ വാക്കുകൾ പറയുകയോ പറഞ്ഞത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയോ ചെയ്യുന്ന വാർദ്ധക്യത്തിന്റെ പ്രയാസം അല്ലാഹുവിന് വേണ്ടി ഇൽമു പഠിക്കാൻ സമയം ചെലവഴിച്ച ആളുകൾക്ക് വരികയില്ലെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്.
മൻ ജമഅൽ ഖുർആന മുത്തിഅ ബിഅഖ്ലിഹി, ഒരു മനുഷ്യൻ ഖുർആൻ മനഃപ്പാഠമാക്കുകയാണെങ്കിൽ അവരുടെ ബുദ്ധി കൊണ്ട് പരമാവധി ഉപയോഗം ചെയ്യും. വഹൽ ജസാഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ, നിങ്ങൾ നന്മ ചെയ്യുമ്പോൾ തിരിച്ചല്ലാഹു നൽകുന്ന നന്മയാണത്. അതുകൊണ്ട് നമ്മുടെ വിഷയം വിതക്കുന്നതാണ്, നമ്മൾ കൊയ്യുന്നത് എന്നതാണ്. മഹാനായ അബൂ ത്വയ്യിബ് ത്വബരി റഹ്മത്തുള്ളാഹി അലൈഹി 100 വയസ്സ് കഴിഞ്ഞ സമയം, അബൂ ത്വയ്യിബ് ത്വബരിയാണ്, അത് മുഹിബ്ബ് ത്വബരിയാണോ എന്ന് പറഞ്ഞു പോയത് ഓർമ്മയുണ്ട്. അബൂ ത്വയ്യിബ് ത്വബരി, അല്ലാമ അബൂ ത്വയ്യിബ് ത്വബരി തങ്ങൾ 100ാമത്തെ വയസ്സിൽ ഒരു കപ്പൽ യാത്രയിൽ അവർ കപ്പൽ കരയോടടുത്തപ്പോ, അപ്പൊ അന്ന് സൈഡ് ബോട്ടുകളൊന്നും ഉണ്ടാവില്ല, ചാടണം. പഴയ കാലത്ത് ഗൾഫിലേക്ക് പോയാൽ ലോഞ്ചിലൊക്കെ പോയി പിന്നെ ഇറങ്ങി നീന്തി എന്നൊക്കെ പറയില്ലേ. അപ്പോ ചെറുപ്പക്കാർക്ക് വരെ ചാടാൻ പേടിയാണ്. 100 വയസ്സ് കഴിഞ്ഞ അബൂ ത്വയ്യിബ് ത്വബരി റഹ്മത്തുള്ളാഹി അലൈഹി കപ്പലിൽ നിന്ന് ഒരൊറ്റ ജമ്പ് താഴേക്ക്, ഡൈവിങ്. അപ്പോ ചെറുപ്പക്കാർ വരെ, പടച്ചോനെ, 100 വയസ്സുള്ള മനുഷ്യൻ, 60-70 ഒന്നല്ല, 100 വയസ്സുള്ള ആള് ഈ കപ്പലിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ ചാടി. ഒരു കുഴപ്പമില്ലാണ്ട് അദ്ദേഹം കൂളായിട്ട് നടന്നു പോവുകയും ചെയ്ത്. അപ്പോഴാണ് ആളുകളൊക്കെ മൂക്കത്ത് വിരൽ വെച്ചത്. ഓടിച്ചെന്നു മഹാനായ അബൂ ത്വയ്യിബ് ത്വബരിയോട് ചോദിച്ചു, കൈഫ, എങ്ങനെ നിങ്ങൾക്കിതിന് സാധ്യമായി? 100ാമത്തെ വയസ്സിൽ കപ്പലിന് മുകളിൽ നിന്ന് ചാടുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിപ്പോ സ്റ്റെപ്പ് കയറാൻ വയ്യ, വീട്ടില് സ്റ്റെപ്പ് കയറാൻ വയ്യ, വീട്ടിലെ ഫസ്റ്റ് ഫ്ലോർക്കൊന്നും പോയോക്കില്ല എന്നാ കേൾക്കുക. ഞാൻ വരുമ്പോഴൊക്കെ ഇറങ്ങിയപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഫ്ലോർ പോലുണ്ടാവുക. സുബ്ഹാനല്ലാഹ്, ആളുകൾക്ക് വേണ്ട താഴെ തന്നെ ഉപയോഗിക്കുകയാണ്, മേലോട്ട് കയറാൻ വയ്യ, കാലുമുട്ടിന് വേദനയാണ്. കള്ളന്മാർ വന്ന് താമസാക്കിയവരെ അറിയാൻ പറ്റില്ല, ചില പേർക്കൊന്നും മേലെ പോയി നോക്കാറില്ല, ആർക്കും കയറാൻ വയ്യ. എന്തേ? കാലോണ്ട് വയ്യ. 100ാമത്തെ വയസ്സിൽ കപ്പലിന്റെ മുകളിൽ നിന്ന് ലോങ് ജമ്പ്, ഹൈ ജമ്പ്, എന്ത് ജമ്പാ പറയാന്നറിയില്ല, എന്താ ഡൈവിങ് എന്ന് പറയാൻ പറ്റും, ലീപ്പ്, വലിയൊരു ചാട്ടം മഹാനായ അബൂ ത്വയ്യിബ് ത്വബരി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ ചോദിച്ചു, എങ്ങനെ നിങ്ങൾ ഇതൊക്കെ ചെയ്തത്? ആ മഹാൻ കൊടുത്തൊരു മറുപടിയുണ്ട്, അഅ്ലാഉൻ ഹഫിദ്നാഹാ, അഅ്ലാഉൻ ഹഫിദ്നാഹാ അനിൽ മആസി ഫിസ്സിഗർ. ഞാൻ യുവാവായിരുന്ന കാലത്ത് എന്റെ കൈയും കാലും ഞാൻ തിന്മയിലേക്ക് പോകാതെ സൂക്ഷിച്ചതായിരുന്നു. അന്ന് ചെറുപ്പത്തിലെ വൃത്തക്കേടുന്ന് പോയിട്ടില്ല. ഈ കൈയും കാലും അള്ളാഹുവിന് വേണ്ടി അവന്റെ വഴിയിൽ നടന്ന കാലാണിത്. ഞാൻ എന്റെ ശരീരം കൊണ്ട് തിന്മകൾ ചെയ്യാറില്ല. അതുകൊണ്ട് വാർദ്ധക്യത്തിലേക്കായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് സുരക്ഷിതമാക്കി നിലനിർത്തി തന്നു. ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്തതുകൊണ്ട് ഇപ്പൊ കുഴപ്പമില്ല. ബിദായ വൻ നിഹായയിൽ ഇമാം ഇബ്നു കസീർ തങ്ങളും സിറ അലാമുൻ നുബഹായിൽ പ്രഗൽഭനായ പണ്ഡിതൻ ഇമാം ദഹബിയും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെറുപ്പത്തിൽ അങ്ങനെ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിച്ചത് കൊണ്ട് 100 വയസ്സ് കഴിഞ്ഞപ്പോഴും ആരോഗ്യവാന്മാരാണ്. മഹാന്മാരായ ആലിമ്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് വലിയ അത്ഭുതമാണ്. ആലിമിന് പിച്ചുമ്പയും പറയില്ല. ആലിമീങ്ങൾ മരിക്കുന്ന അവസാന സെക്കൻഡ് വരെ ഇൽമ പറഞ്ഞുകൊണ്ടിരിക്കും. സജ്ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന വാക്കുകളെ പറയൂ, അല്ലാത്തതൊന്നും പറയില്ല. ഇതിന് വിപരീതം വാർദ്ധക്യ സമയത്ത് ഭിക്ഷയാടനം നടത്തുന്ന ഒരു വൃദ്ധനെ കണ്ടു മഹാനായ ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി. വാർദ്ധക്യ സമയത്ത് വീട്ടിലിരുന്ന് റിട്ടയർമെന്റ് ലൈഫ് കഴിയേണ്ട സമയമാണ്. അപ്പൊ ഭിക്ഷയാടനത്തിന് ഇറങ്ങിയിരിക്കാൻ, കയ്യിലും കാലിനും ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യൻ ജനങ്ങളോട് യാചിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. ജനങ്ങളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൃദ്ധനെ കണ്ടപ്പോ മഹാനായ അൽ ആലിമുർ റബ്ബാനി ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്ന ഹാദാ ളയ്യ അല്ലാഹ ഫീ സുഗരിഹി ഫളയ്യഅഹു അല്ലാഹു ഫീ കിബരിഹി. ഈ മനുഷ്യൻ ചെറുപ്രായത്തിൽ യൗവനത്തിൽ അല്ലാഹുവിനെ കൈവിട്ട ആളാണ്. ആ മനുഷ്യനെ വാർദ്ധക്യത്തിൽ അല്ലാഹു കൈവിട്ടതാണ് ഈ മനുഷ്യനെ കാണാൻ കഴിയുന്നത്. പണ്ഡിതന്മാർക്ക് അങ്ങനെയാണ്, ഫിറാസത്തുണ്ട്, മുഖം നോക്കി കാര്യം പറയാൻ കഴിയും. ഫിറാസത്തുൽ മുഅ്മിനി ഹഖ്ഖുൻ, മുഅ്മിനായ മനുഷ്യന്റെ മുഖലക്ഷണം സത്യമാണ്. മഹാനായ നിബിതങ്ങൾ തന്നെ പഠിപ്പിച്ച വിഷയമാണിത്. ജുനൈദുൽ ബഗ്ദാദി പറഞ്ഞു, ഈ വാർദ്ധക്യ സമയത്ത് ഇയാൾ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വന്നത് യൗവനം കൈകാലുകളിൽ, ശരീരത്തിന്റെ ആരോഗ്യത്തിൽ യൗവനത്തിന്റെ ചുടുചോര ഒഴുകുമ്പോൾ വഴിതെറ്റി ജീവിച്ച ആളുകളാണ്.
അങ്ങനത്തെവർക്ക് പിന്നെ വാർദ്ധക്യത്തിൽ അതിന്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരും. വഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നന്മ ചെയ്തവർക്ക് അല്ലാഹു നന്മ കൊടുക്കുന്നുണ്ട്. തിന്മ ചെയ്തവർ അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. എന്താ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നത്. ശിക്ഷയാണെങ്കിൽ ശിക്ഷ, രക്ഷയാണെങ്കിൽ രക്ഷ. ഉമ്മയും വാപ്പയും നന്നായാൽ മക്കള് നന്നാവുന്നതാണ്. നിങ്ങൾ അറിയുമെന്നറിയില്ല. ഉമ്മയും വാപ്പയും നല്ല നിലയ്ക്ക് ജീവിച്ചാൽ മക്കള് നന്നാവും. മൂല്യന്മാരാവണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ നന്നാവാൻ. കുർത്തക്കേടുള്ള മൂല്യന്മാരില്ലേ, നല്ല സ്വാലിഹ്യങ്ങളായ മക്കളില്ലേ, ഒരു കിതാബുദ്ധി പഠിച്ചതൊന്നുമല്ല, നല്ല ആബിദീങ്ങൾ, സുന്നത്ത് നോമ്പെടുക്കുന്ന, ദാനം ചെയ്യുന്ന, ശരീരം കൊണ്ട് സേവനം ചെയ്യുന്ന, നിസ്കാരം ഒരുപാട് സുന്നത്തെടുക്കുന്ന, ദിക്റുകൾ പതിവാക്കുന്ന എത്ര സാധാരണക്കാരുണ്ട്. വാപ്പമാർ നല്ലവരാണെങ്കിൽ അത് സംഭവിക്കുന്നതാണ്. എന്തേ? വാപ്പ ചെയ്ത നന്മക്ക് അല്ലാഹു തിരിച്ചു തരുന്ന നന്മയാണത്. സൂറത്തുൽ കഹ്ഫിൽ 2 പ്രവാചകന്മാരാണ് യതീമായ മക്കളുടെ മതിൽ നിർത്തിവെച്ചത്. രണ്ട് നബിമാർ. ഒരു യതീമിന്റെ സമ്പത്ത് ആ മതിലിന്റെ ഉള്ളിൽ താഴെ കിടക്കുന്നുണ്ട്. ആ മതിൽ പൊളിഞ്ഞു കിടക്കുകയാണ്. അമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹ്തഹു കൻസുൽ ലഹുമാ വകാന അബൂഹുമാ സ്വാലിഹാ فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من ربك وما فعلته عن أمري ذلك تأويل ما لم تستطع عليه صبرا. മൂസാ നബി അലൈഹിസ്സലാമും നബിയുല്ലാഹി അബുൽ അബ്ബാസ് ഖിദ്ർ അലൈഹിസ്സലാമും പോയ യാത്രയിൽ രസകരമായ സൂറത്തുൽ കഹ്ഫിന്റെ ചരിത്രം. അവര് അവസാനം ഒരു നാട്ടിലെത്തി. മൂസാ നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിനോട് ഖിദ്ർ നബിയുടെ ഡിമാൻഡ് ഉണ്ട്. മൂസാ നബിയെ, ഞാൻ എന്ത് ചെയ്താലും എന്നോട് വൈ, എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ പാടില്ല. ഡു ഓർ ഡൈ, ഡോണ്ട് ആസ്ക് വൈ. പട്ടാളത്തിലൊക്കെ അങ്ങനെ ഒരു വാക്കുണ്ട്, ഡു ഓർ ഡൈ, ഡോണ്ട് ആസ്ക് വൈ. ഇവിടെയൊക്കെന്ന് പറഞ്ഞാൽ ഒക്കെ തന്നെയാണ്, എന്തിനു ചോദിക്കാൻ പാടില്ല എന്നാ. ചാടണമെന്ന് പറഞ്ഞാൽ ചാടുക, എന്തിനെന്ന് കമാൻഡറോട് ചോദിക്കാൻ പാടില്ല. ഡു ഓർ ഡൈ, അല്ലെങ്കിൽ മരിക്കാം. ഖിദ്ർ നബി അലൈഹിസ്സലാമിന്റെ പോളിസി അതാണ്, ചോദിക്കാൻ പാടില്ല. ചില വിഷയങ്ങൾ അങ്ങ് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കണം എന്നാണ്. തസൗഫിന്റെ ഇൽമുമായി ബന്ധപ്പെടുന്നിടത്താണ് അതിന്റെ പ്രസക്തി. ഏതായിരുന്നാലും മതില് വീണിരിക്കുകയാണ്. ഒരു മജാസ് പ്രയോഗമുണ്ട് അവിടെ. എന്നാ വീഴാറായി നിൽക്കുന്ന മതില്. അപ്പൊ അവിടുത്തെ കല്ലൊക്കെ എടുത്തു വെച്ച് പെറുക്കി താഴെ വെച്ച് നല്ലൊരു പടവ് ചെയ്തു കൊടുത്തു. 2 നബിമാർ. ഒന്ന് തൗറാത്ത് നൽകപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം, മറ്റേത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന പ്രബല അഭിപ്രായമുള്ള പണ്ഡിതന്മാർക്കിടയിൽ മഹാനായ അബുൽ അബ്ബാസ് ഖിദ്ർ അലൈഹിസ്സലാം. യാ അല്ലാഹ്, അല്ലാഹു കാരണം പറഞ്ഞു. ആ മതിലിന്റെ താഴെ യതീമായ ഒരു കുട്ടിയുടെ നിധിയുണ്ട്. ആ മതിലിങ്ങനെ പൊളിഞ്ഞു കിടക്കുകയും കല്ലുകൾക്കിടയിൽ ആ നിധി കാണപ്പെടുകയുമാണെങ്കിൽ വഴിയാത്രക്കാരായ ആളുകൾ ആ നിധി അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകും. ഇത് യതീമുകളുടേതാണ്. അവരുടെ പിതാവ് മരണപ്പെടുമ്പോൾ തന്റെ മക്കൾക്ക് പ്രായപൂർത്തിയായാൽ അള്ളാഹു അറിയിച്ചു കൊടുക്കണം എന്ന് റബ്ബിനോട് ദുആ ചെയ്ത് ആ മതിലിന്റെ ഉള്ളിൽ കുഴിച്ചു വെച്ചതാണ്. فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من ربك. അവിടെ ആരുടെ മതിലാണിത്? അമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹ്തഹു കൻസുൽ ലഹുമാ വകാന അബൂഹുമാ സ്വാലിഹാ. 2 യതീം മക്കൾ, ഒരാളല്ല കേട്ടോ, 2 പേർ. ആ 2 പേരുടെയും സ്വത്തതിന്റെ ഉള്ളിലുണ്ട്. കാരണം പറഞ്ഞു, വകാബൂഹുമാ സ്വാലിഹാ, ഇവരുടെ വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു. വാപ്പ നല്ല ആളാണ്. മുഫസ്സിരീങ്ങൾ പറയാ, അത് നേർക്കുനേരുള്ള വാപ്പയല്ല, ജദ്ദുഹു മസ്സാബിഅ, 7ാമത്തെ ഉപ്പാപ്പ. നേരെ വാപ്പയല്ല, ഉപ്പാന്റെ ഉപ്പ, അവരുടെ ഉപ്പ, അവരുപ്പ, അവരുടെ ഉപ്പ, അവരുടെ ഉപ്പ, അവരുടെ ഉപ്പ. ഭയങ്കര സ്വാലിഹായ മനുഷ്യനായിരുന്നു. 7 തലമുറകൾക്കപ്പുറത്തേക്ക് അതിന്റെ ഗുണം അള്ളാഹു കൊടുത്തു.
അപ്പൊ നമ്മളൊക്കെ ഇന്ന് അനുഭവിക്കുന്ന സുഖങ്ങൾ മിനിമം നമ്മൾ പട്ടിണി കിടക്കാതെ ജീവിക്കണില്ല മുഅ്മിനീങ്ങളെ. നമുക്കിവിടെ മേൽപ്പാലം വരണം, ആവശ്യങ്ങളുടെ റോഡിന് വീതി പോരാ, എന്നാലും പട്ടിണി കിടക്കാണ്ട് ജീവിക്കണില്ലേ നമ്മളൊക്കെ? എത്ര റാഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് നെറ്റിന് റേഞ്ച് പോരാ, അതൊക്കെയായിരിക്കും നമ്മുടെ പരാതി. സുബ്ഹാനല്ലാഹ്, നമ്മൾ അനുഭവിക്കുന്ന സുഖം എത്രയാണ്. മുൻകാലത്തേക്ക് നോക്കിയാൽ നമ്മുടെ വീടുകളിൽ വിഭവങ്ങൾ ഉണ്ടാകുന്നില്ലേ? ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ? 2 രൂപയ്ക്ക് അരി കിട്ടാനില്ലേ? മിനിമം അള്ളാഹു നമുക്ക് ദാരിദ്ര്യം ഒഴിവാക്കി തന്നില്ലയോ? അതിൻ്റെയൊക്കെ കാരണം നമ്മുടെ മുൻഗാമികളായ നമ്മുടെ ഉപ്പമാര്, ഉമ്മമാര്, വല്യപ്പ വല്യമ്മമാർ അവർ ചെയ്തു പോകുന്ന നന്മകളാണ്. അവരുടെ വീടുകളിൽ പാരായണം ചെയ്തിരുന്ന നന്മകൾ. ആ നന്മയുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നന്മ ചെയ്തതിന് നന്മയല്ലോ അള്ളാഹു പകരം നൽകുന്നത്. 7ാമത്തെ ഉപ്പാപ്പ, ആ ഉപ്പാപ്പ സ്വാലിഹായതിന്റെ പേരിൽ 2 നബിമാരെ കൊണ്ടാണ് അള്ളാഹു ആ മതിൽ നിവർത്തി വെച്ചു കൊടുത്തത്. 2 പ്രവാചകന്മാർ. സ്വാലിഹീങ്ങളായ ആളുകൾ നാടുകളിൽ ഉണ്ടെങ്കിൽ അവർ കാരണം ഒരു നാടിന് അള്ളാഹു സുരക്ഷ കൊടുക്കും. സ്വാലിഹീങ്ങൾ ഉണ്ടെങ്കിൽ. മഹാനായ മുഹമ്മദ് ബിനുൽ മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വാക്കാണ്, ഇന്നല്ലാഹ ലയഹ്ഫളു ബിർറജുലി സ്വാലിഹി വലദഹു വവലദഹു വവലദഹു. ഒരു സ്വാലിഹായ മനുഷ്യൻ, സജ്ജനങ്ങളിൽപ്പെട്ട ഒരാൾ ഒരു നാട്ടിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കള്, അവരുടെ മക്കള്, അവരുടെ മക്കളെ അല്ലാഹു സംരക്ഷിക്കും. വഖറിയതഹു അല്ലതി ഹുവ ഫീഹാ, അദ്ദേഹം താമസിക്കുന്ന നാടും അല്ലാഹു സംരക്ഷിക്കും. വദ്ദുവൈരിയാതില്ലതി ഹൗലഹാ, അതിന്റെ പരിസരത്തുള്ള ഗ്രാമങ്ങളെയും അല്ലാഹു സംരക്ഷിക്കും. ഫമാ യസാലൂന ഫീ ഹിഫ്ളിൻ മിനല്ലാഹി വസിത്ർ, അവർക്ക് അല്ലാഹു സംരക്ഷണവും മറയും നൽകും. ഒരു സജ്ജനങ്ങളിൽപ്പെട്ട ഒരാൾ ഒരു മഹല്ലിലുണ്ടെങ്കിൽ, അല്ലാഹ് ഇഷ്ടപ്പെട്ട ആളായിരിക്കണം. ഒരാളുണ്ടെങ്കിൽ അവരുടെ നാടും പരിസരത്തുള്ള ഗ്രാമങ്ങൾക്ക് മുഴുവനും ആ സ്വാലിഹായ മനുഷ്യന്റെ മക്കള്, അവരുടെ മക്കള്, അവരുടെ മക്കള്, 3 തലമുറയിൽ അല്ലാഹു ഖൈർ ചെയ്യുമെന്ന് അൽ ആലിമുർ റബ്ബാനി മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി. സജ്ജനങ്ങൾ വേണം, ജീവിച്ചിരിക്കുകയാണെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, അവരുടെ മഖാം ഉണ്ടാവും. അതിന്റെ പരിസരങ്ങളിൽ അല്ലാഹുവിന്റെ നിഅമത്തുണ്ടാവും, റഹ്മത്തുണ്ടാവും, ആ നാട്ടിൽ ബറക്കത്തുണ്ടാകും. അതുകൊണ്ട് നമ്മൾ നന്മ ചെയ്യണം. നമ്മൾ നന്മ ചെയ്യുന്നതാണ് കൊയ്തെടുക്കപ്പെടുന്നത്. തങ്ങൾ പറയാറുണ്ട്, ബിർറൂ ആബാഅകും തബുറുകും അബ്നാഉകും. നിങ്ങൾ നിങ്ങളുടെ ഉമ്മയോട് വാപ്പയോട് സൗമ്യമായി സ്നേഹത്തോടെ പെരുമാറണം, എന്നാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് അങ്ങനെ പെരുമാറും. അല്ലെങ്കിൽ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടാക്കി തരും. നിങ്ങൾ വ്യഭിചരിക്കാതിരിക്കണേ, എന്നാൽ നിങ്ങളുടെ ഭാര്യമാർ പരപുരുഷന്മാരുടെ അരികത്തേക്ക് പോകില്ല. നിങ്ങളുടെ ശരീരം സൂഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി മോനോട് പറയുന്നു, മോനെ, ഞാൻ ഒരുപാട് സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്, അത് നിന്നെ വിചാരിച്ചിട്ടാണ്. യാ ബുനയ്യ, എന്താണ് ആ വാക്ക്? ഇന്നി ലഅസീദന്ന ഫീ സ്വലാത്തി മിൻ അജ്ലിക് റജാഅ അൻ നുഹ്ഫള ഫീക്. എന്നിട്ട് മഹാനവറുകൾ ഓതുകയാണ്, വകാന അബൂഹുമാ സ്വാലിഹാ. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി മദീനയിലെ 7 ഫുഖഹാക്കളിൽപ്പെട്ട പ്രഗൽഭനായ ഫഖീഹാണ്. മഹാനവറുകൾ പറയുന്നു, മോനോട്, മോനെ, ഞാൻ സുന്നത്ത് നിസ്കാരം ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നത്, ഞാൻ രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുന്നത്, ഞാൻ ഒരുപാട് നിസ്കാരം ചെയ്യുന്നത്, നീ എന്ന എന്റെ മകൻ എനിക്ക് സംരക്ഷണം കിട്ടണം, നീ കാരണം നീ സംരക്ഷിക്കപ്പെടണം. മോനെ, എന്റെ സൽക്കർമ്മങ്ങൾ നിനക്ക് നന്മയായി വരും. അതുകൊണ്ട് ഞാൻ ഏറെ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ അത് നിനക്ക് നന്മ വരാൻ വേണ്ടിയാണെന്ന് സ്വന്തം മകനോട് പറഞ്ഞ ഫഖീഹായ പണ്ഡിതൻ മദീനയിലെ പള്ളിയിൽ 40 വർഷം ഔവൽ ജമാഅത്തിന് സംബന്ധിച്ചു എന്ന് ലോകത്തോട് പറയാൻ ധൈര്യപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി, മാ ഫാതത്നി തക്ബീറത്തുൽ ഇഹ്റാമി ഫീ മസ്ജിദ് റസൂൽ
റസൂലില്ലാഹി മിൻ 40 സന 40 വർഷമായി എനിക്ക് മദീന പള്ളിയിലെ ഇമാമിന്റെ പിറകിൽ എനിക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ മഹാനാണിത്. മകന് വേണ്ടി സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചത്. അപ്പൊ നമ്മൾ നന്മ വർദ്ധിപ്പിച്ചാൽ നമ്മുടെ മക്കൾക്ക് അതുകൊണ്ട് ഉപകാരം ലഭിക്കുന്നുണ്ട്. എന്നിട്ട് ആ മഹാൻ തെളിവായ ആയത്തോതി വകാന അബൂഹുമാ സ്വാലിഹാ, ആ യതീമക്കളുടെ ഉപ്പ സ്വാലിഹായ മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് 2 പ്രവാചകന്മാരുടെ കൈകളാൽ ആ പൊളിഞ്ഞു വീഴാറായ മതിൽ അള്ളാഹു നേരെ വെച്ചു കൊടുത്തത്. അമവി ഭരണാധികാരിയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, മഹാന്റെ ഒരു വാക്കുണ്ട്, സയ്യിദുസ് സാഹിദീൻ എന്നാണ് മഹാനെ കുറിച്ച് പറയാ. മാ മിൻ മുഅ്മിനിൻ യമൂതു ഇല്ലാ ഹഫിളഹുല്ലാഹു ഫീ അഖ്ബിഹി വഅഖ്ബി അഖ്ബിഹി. ഒരു മുഅ്മിനായ മനുഷ്യൻ മരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര പേടി. എന്താ? നമ്മൾ മരിച്ചാൽ നമ്മുടെ കുട്ടികൾ എന്താവും, നമ്മുടെ ഭാര്യ എന്താവും, നമ്മുടെ വീട് പണി എന്താവും, നമ്മുടെ കച്ചവടം എന്താവും, നമ്മുടെ പെങ്ങളുടെ കല്യാണം പിന്നെ ആര് നടത്തി കൊടുക്കും, ഉമ്മാക്ക് പിന്നെ ആരാ ഉണ്ടാവുക? ഇതൊക്കെ നമ്മുടെ വിഷമങ്ങളാണ്, വേവലാതികളാണ്. പക്ഷേ നമ്മളെ കണ്ടിട്ടൊന്നുമല്ല നമ്മളെ പെങ്ങളെയും കുട്ടികളെയും ഭാര്യയും എന്നുള്ള പടച്ചത്. ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മളെ കണ്ടിട്ടല്ല അള്ളാഹു അവരെ പടച്ചത്. അവരുടെ റിസ്ക് അള്ളാഹു വേറെ വെച്ചിട്ടുണ്ട്. നമ്മൾ ആരും ഇല്ലെങ്കിലും അവരുടെ റിസ്ക് അള്ളാഹു. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹ. അള്ളാഹുവിനറിയാം എവിടെയാ താമസിക്കുക, എവിടെയാ മറവ് ചെയ്യപ്പെടുക. അള്ളാഹുവിനറിയാം എവിടെയാ മരിക്കാൻ പോണത്, എവിടെയായിരിക്കും ഒരു മനുഷ്യന്റെ ഖബർ ഒക്കെ അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മാ മിൻ മുഅ്മിനിൻ യമൂത്, സത്യവിശ്വാസിയായ ഒരാൾ, ഈമാനുള്ള ഒരാൾ, യുക്തിവാദത്തിലേക്ക് പോകാത്ത ആള്, നിരീശ്വരവാദത്തിലേക്ക് പോകാത്ത മനുഷ്യൻ, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിക്കുന്നവൻ മരിച്ചു കഴിഞ്ഞാൽ ഇല്ലാ ഹഫിളഹുല്ലാഹു ഫീ അഖ്ബിഹി, തന്റെ മക്കളിലും വഅഖ്ബി അഖ്ബിഹി, മക്കളുടെ മക്കളിലും അള്ളാഹു സംരക്ഷണം കൊടുക്കും. നമ്മൾ നന്നായാൽ മതി, ഇത്രയേ വിഷയമുള്ളൂ. നമ്മുടെ നിസ്കാരക്കൊന്ന് ക്ലിയർ ആക്കുക. നമ്മുടെ നോമ്പ്, നമ്മുടെ നിസ്കാരം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ദിക്റുകൾ വർദ്ധിപ്പിക്കുക. നാവ് കൊണ്ട് നല്ലത് പറയാ, അസഭ്യങ്ങളും ആഭാസങ്ങളും പറയാണ്ടിരിക്കുക. നമ്മുടെ മക്കളെ അള്ളാഹു സംരക്ഷിക്കും. അങ്ങനെയാണ് അള്ളാഹുവിന്റെ വഴിയിലേക്ക് ഇറങ്ങിയാൽ അള്ളാഹു ഇതിന് പകരം നന്മയാണ് തരുന്നത്. വഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബിയുടെ കൈപിടിച്ച് ഒരു വീടിന്റെ മുന്നിലൂടെ നടന്നു പോകുന്നു. ഒരു ഉമ്മയുടെ വീടാണത്. ഹബീബായ നബി തങ്ങൾ ആ ഉമ്മയെ കുറിച്ച് സ്വഹാബിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഹദീസ് ഇമാം അഹ്മദ് എന്നവർ മുസ്നദിൽ കൊണ്ടുവന്ന സ്വഹീഹായ ഹദീസ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നംറഅതൻ കാനത് ഫീഹി, ഈ വീട്ടിലൊരു ഉമ്മയുണ്ടായിരുന്നു. ഫഖറജത് ഫീ സരിയത്തിൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ആ യുദ്ധത്തിൽ മുറിവേറ്റവരെ സഹായിക്കാനോ ശുശ്രൂഷിക്കാനോ അവർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കാനോ ഉപകാരം ചെയ്യാൻ വേണ്ടി ആ ഉമ്മ മുസ്ലിമീങ്ങളുടെ കൂടെ പുറപ്പെട്ടിരുന്നു. വതറകത് 12 അൻസൻ ലഹാ വസ്വയ്സയതഹാ കാനത് തൻസുജു ബിഹാ. സ്വയ്സ്വയ എന്ന് പറഞ്ഞാല് തുന്നാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകത. സ്വയ്സ്വയത്ത് എന്ന് പറഞ്ഞാൽ തുന്നാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം സൂചിക്കാണ് സ്വയ്സ്വയ എന്ന് പറയാം. അപ്പോ തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ യുദ്ധത്തിന് പോകുമ്പോഴേ 12 ആടുകളും ഒരു സൂചിയും ഈ പെണ്ണ് വീട്ടിൽ വെച്ചിട്ടാ പോയത്, വീട്ടിലാക്കിയിട്ട്. തറകത് 12 അൻസൻ ലഹാ വസ്വയ്സയതഹാ കാനത് തൻസുജു ബിഹാ. എന്നിട്ട് ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഫഫഖദത് അൻസൻ മിൻ ഗനമിഹാ വസ്വയ്സയതഹാ. തിരിച്ചു വരുമ്പോഴേ 11 ആടേ ഉള്ളൂ, ഒന്ന് കാണാനില്ല, സൂചിയും കാണാനില്ല. അപ്പൊ അന്ന് ആടിന്റെ രോമമെടുത്ത് തുന്നിക്കൊടുക്കും. അവര് വീട്ടിൽ ചെയ്യുന്ന ജോലിയാണ് തുന്നിക്കൊടുക്കുക, അതവരുടെ ജീവിതമാർഗമാണ്.
ഒരാടിനെ കാണുന്നില്ല. അവര് തുന്നാൻ ഉപയോഗിച്ചിരുന്ന സ്വയത്തും കാണുന്നില്ല, സൂചിയും കാണുന്നില്ല. നമുക്ക് ഇന്ന് കാണാൻ അടുത്ത വീടി പോയി വാങ്ങിക്കാൻ പറ്റും, അന്ന് കിട്ടൂലല്ലോ. അന്ന് ഷൈവ് ചെയ്യുന്ന ബാർബർ ഒരു നാട്ടിൽ ഒരാളെ ഉണ്ടാവുള്ളൂ, അയാളുടെ അടുത്തേ കത്തി ഉണ്ടാവുള്ളൂ. അയാൾ ഒരു റൗണ്ട് പൂർത്തിയായി വരണമെങ്കിൽ മിനിമം ഒരു മാസം എടുക്കും. അതുകൊണ്ട് 40 ദിവസത്തിൽ ഒരിക്കലെങ്കിലും മനുഷ്യൻ അൺവാണ്ടഡ് ഹെയർസ് ഒക്കെ ഒഴിവാക്കണം, ഷൈവ് ചെയ്യണം എന്ന് നബി തങ്ങൾ പറയാൻ കാരണം 40 ദിവസം എന്ന് പറയാൻ 40 ദിവസം കഴിയുമ്പോൾ ഒരു ബാർബർ വരുള്ളൂ. അതുകൊണ്ടാണ് ഇന്നത്തെ പോലെ ജില്ലറ്റിന്റെ ഇത് വാങ്ങിക്കാൻ കിട്ടൂലല്ലോ. അതാണ് അവസ്ഥ. ഉമ്മാക്ക് ഭയങ്കര വിഷമായി. ഒരാടിനെ കാണാനില്ല, അവരുടെ ജീവിതമാണത്, അവരുടെ വരുമാനമാണ്. പിന്നെ സൂചിയും കാണുന്നില്ല. ആ ഉമ്മ പറഞ്ഞു, യാ റബ്ബ്, അല്ലാഹുവേ, ഇന്നക ഖദ് ളമിൻത ലിമൻ ഖറജ ഫീ സബീലിക അൻ തഹ്ഫള അലൈഹി. പടച്ചവനെ, നിന്റെ വഴിയിൽ പുറപ്പെട്ട ആളുകൾക്ക് നീ സംരക്ഷണം നൽകുമെന്ന് ഞാൻ നിന്റെ വഴിയിൽ പുറപ്പെട്ടതാ. എന്നിട്ട് എങ്ങനെ എന്റെ ആട് നഷ്ടമായി പടച്ചവനെ? എന്റെ ആ സൂചി സ്വയത്തെ എങ്ങനെ നഷ്ടമായി പടച്ചവനെ? നീയാണെങ്കിലോ ഖദ് ളമിൻത, നീ ജാമ്യം നിന്നിട്ടുണ്ട്. അല്ലാഹുവേ, നീ ഉറപ്പ് നൽകിയിട്ടുണ്ടല്ലോ നിന്റെ മാർഗത്തിൽ പോകുന്ന ഒരാൾക്ക് നീ സംരക്ഷണം നൽകുമെന്ന്. പിന്നെ എന്റെ സൂചി പോയതോ, എന്റെ ആട് പോയതോ? പടച്ചവനെ, എന്റെ ഒരാടിനെ കാണാനില്ല, എന്റെ സൂചിയും കാണുന്നില്ല. എനിക്കെന്റെ ആടിനെ കിട്ടിയേ പറ്റൂ, എനിക്കെന്റെ സൂചി കിട്ടിയേ പറ്റൂ. നീ അത് സംരക്ഷിക്കുമെന്ന് ഉറപ്പ് തന്നിട്ടില്ലേ? അതുകൊണ്ടല്ലേ ഞാൻ നിന്റെ വഴിയിൽ പുറപ്പെട്ടത്, ആടിനെ നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോയത് എന്ന് ആ ഉമ്മ അള്ളാഹുവിനോട് വാശി പിടിച്ചു ദുആ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സ്വഹാബിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു, യദ്കുറു ശിദ്ദത മുനാശദതിഹാ റബ്ബഹാ തബാറക വ തആല. തന്റെ രക്ഷിതാവായ അല്ലാഹുവിനോട് ഈ ഉമ്മ എത്ര കണിശമായിട്ടാണ് പറഞ്ഞത്. പടച്ചവനെ, എനിക്കത് കിട്ടിയേ പറ്റൂ, നീയല്ലേ പറഞ്ഞത് സംരക്ഷിക്കുന്നു, ഞാൻ അതുകൊണ്ടല്ലേ നിന്റെ വഴിക്ക് പോയത്. എനിക്ക് എന്റെ ആട് നഷ്ടമായിന്നോ? പറ്റില്ല, എനിക്കത് കിട്ടിയേ പറ്റൂ. നബി തങ്ങൾ പറയാ, വല്ലാത്തൊരു ചോദ്യം ചോദിച്ചു. قال رسول الله صلى الله عليه وسلم പറയുന്നു, فاصبحت عنزها ومثلها وصيصيتها ومثلها. നോക്കുമ്പോ നഷ്ടപ്പെട്ട ആടിന്റെ കൂടെ മറ്റൊരാടും, നഷ്ടപ്പെട്ട സൂചിന്റെ കൂടെ വേറൊരു സൂചിയും അല്ലാഹു അവളുടെ കൺമുമ്പിൽ കൊണ്ടുകൊടുത്തു. വഹാതീക്, നീ വേണമെങ്കിൽ വാ, ആ ഉമ്മ വീട്ടിലുണ്ട്, പോയി വേണമെങ്കിൽ ചോദിച്ചു നോക്ക്. ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ സംശയം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ പോയി ചോദിച്ചു നോക്ക്. ആ സ്വഹാബി പറഞ്ഞു, ബൽ ഉസദ്ദിഖുക യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ്, ഞാൻ പോയി ചോദിക്കുന്നില്ല, എനിക്ക് വിശ്വാസമാണ് നബിയെ അങ്ങ് പറഞ്ഞത്. ഇങ്ങനെ ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അല്ലാഹുവിനെ ഭരമേൽപ്പിച്ച ഒരാൾക്ക് തീർച്ചയായും അല്ലാഹു അത് നൽകുക തന്നെ ചെയ്യും. തവക്കുലിന്റെ കരുത്താണത്. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. എന്താണോ നമ്മൾ വിതക്കുന്നത്, അതാണ് നമുക്ക് കൊയ്തെടുക്കാൻ കഴിയുന്നത്. ശക്തമായ ഈമാൻ അല്ലാഹുവിൽ. നോക്കണേ, യൂസുഫ് ഇബ്നു യാഖൂബ് അലൈഹിസ്സലാം, അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം യൂസുഫ് ഇബ്നു യാഖൂബ് അലൈഹിസ്സലാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ഒരു പിതാവിന്റെ മകൻ, അവരുടെ പിതാവ് മഹാൻ, അവരുടെ പിതാവ് മഹാൻ, അവരുടെ പിതാവ് മഹാൻ. അത് യൂസുഫ് നബി മാത്രമാണ്. യൂസുഫ് നബിയുടെ പിതാവ് യാഖൂബ് നബിയാണ്, ഇസ്ഹാഖ് നബി നബിയാണ്, അവരുടെ ഉപ്പ ഇബ്രാഹിം അലൈഹിസ്സലാം നബിയാണ്. ആ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിൽ നഷ്ടമായി മഹാനായ യാഖൂബ് അലൈഹിസ്സലാം കരഞ്ഞു. യാഖൂബ് സ്വാബിർ, ഒരുപാട് ക്ഷമിച്ച നബിയാണ് യാഖൂബ് അലൈഹിസ്സലാം. ഫല്ലാഹു ഖൈറുൻ ഹാഫിളാ വഹുവ അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, നീയാണ് ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നവൻ. യാഖൂബ് നബിയുടെ വാക്കത നഷ്ടപ്പെട്ടു എന്നറിയാം, എന്നാലും അല്ലാഹുവേ, എന്റെ മോനെ നീ സംരക്ഷിക്കുമല്ലോ. വഹുവ അർഹമുർ റഹീമീൻ. നീയാണല്ലോ റബ്ബേ ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നത്. അല്ലാഹുവിനെ ഏൽപ്പിച്ചതാണ്. മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ പറയുന്നു, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ യാഖൂബ് നബി അവസാന കാലം കണ്ടുമുട്ടുന്നുണ്ട്.
ഈജിപ്തിന്റെ കൊട്ടാരത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാം അർശിലിരിക്കുകയും ആ അർശിലേക്ക് പിതാവിനെ കയറ്റിയിരുത്തുകയും ചെയ്ത നേരം മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാൻ വരുമ്പോ കണ്ണിന്റെ മീതെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖമീസ് ഇട്ടുകൊടുക്കുകയും ഫർതദ്ദ ബസീറാ, കണ്ണിന് തിമിരം ബാധിച്ചത് തിരിച്ച് കാഴ്ച കിട്ടുകയും ചെയ്ത് യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് നബിയുമായി കണ്ടുമുട്ടുമ്പോൾ 80 സന 80 കൊല്ലം കഴിഞ്ഞിരുന്നു എന്നാണ് ചരിത്രം. 80 കൊല്ലം, യാ അല്ലാഹ്, 80 വർഷം, 80 വർഷത്തിന്റെ ഇടവേളക്ക് ശേഷമാണ് സ്വന്തം മകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല യാക്കൂബ് നബി അലൈഹിസ്സലാമിന് കാണിച്ചു കൊടുത്തത്. വമാ അലാ വജ്ഹിൽ അർളി അബ്ദുൻ അഹബ്ബ ഇലല്ലാഹി മിൻ യാക്കൂബ്. അന്ന് അല്ലാഹുവിന്റെ ഭൂമിയിൽ യാക്കൂബ് നബിയെക്കാളും അല്ലാഹുവിന് ഇഷ്ടമുള്ള മറ്റൊരു പടപ്പ് ഒരു സൃഷ്ടിയും ലോകത്തില്ല തന്നെ യാക്കൂബിയാണ്. ഇതിന് അത്ഭുതം, ഈ 4 വാപ്പമാരും മക്കളും ഒരു മഖാമിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഫലസ്തീനിൽ വരാന്നൊക്കെ പറയുന്നുണ്ട്. ഫലസ്തീനിലേക്ക് ഇൻഷാ അല്ലാഹ് 4 പേരും ഫലസ്തീനിൽ ഖലീലിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നാടുണ്ട്. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് 35 കിലോമീറ്റർ 25-35 കിലോമീറ്ററിന്റെ ദൂരം. ഖലീൽ എന്നാണ് നാടിന്റെ പേര്. ഇംഗ്ലീഷിൽ ഹിബ്രോൺ എന്നാണ് പറയാ. അവിടെ മസ്ജിദുൽ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മസ്ജിദുണ്ട്. അതൊരു ചെറിയ കുന്നാണ്, ഒരുപാട് സ്റ്റെപ്പ് കയറണം. അതിന്റെ കയറുന്നിടത്ത് വലതുഭാഗത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം, മേലോട്ട് കയറി ചെന്നാൽ സാറ ബീവി റളിയല്ലാഹു അൻഹ, പള്ളിന്റെ ഉള്ളിലേക്ക് ചെന്നാൽ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ഇപ്പുറത്ത് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ റിഫ്ഖ ബീവി. ഈ റിഫ്ഖ എന്നാണ് ഈ റബേക്ക എന്ന് പറയുന്നത്. റബേക്ക എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന റിഫ്ഖ ബീവിയെ ഇംഗ്ലീഷുകാരൻ വിളിച്ചുമ്പോൾ റബേക്ക എന്നായതാണ്. റബേക്ക റിഫ്ഖയാണ്, റിഫ്ഖ ബീവി സൗജത്തു ഇസ്ഹാഖ് റിഫ്ഖ അലൈഹിസ്സലാം അവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ റിഫ്ഖ ബീവിയാണ്. വലത്തോട്ട് ചെന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതിന്റെ നേരെ ബാക്കിൽ ജൂതന്മാരാണ്. ഇപ്പോൾ യാക്കൂബ് നബിയുടെ ഖബർ അവരുടെ കയ്യിലാണ്. നമ്മൾ മദ്രസ ഒരുക്കണവരെ അവിടെ ഒരുച്ചിട്ടുണ്ട്, ജൂതന്മാരും മുസ്ലിമീങ്ങളും. അങ്ങനെ യാക്കൂബ് നബിയെ കിട്ടിയത് ജൂതന്മാർക്കാണ്. മുസ്ലിമീങ്ങളുടെ കയ്യിലുള്ളത് യൂസുഫ് നബി അലൈഹിസ്സലാം, സാറ ബീവി, ഇസ്ഹാഖ് നബി, റിഫ്ഖ ബീവി, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. സിയാറത്ത് എല്ലാവരും ഒരുമിച്ചാണ്. യൂസുഫ് നബിന്റെ ഉപ്പ യാക്കൂബ് നബി എവിടെ ഉണ്ട്? യാക്കൂബ് നബിന്റെ ഉപ്പ ഇസ്ഹാഖ് നബി ഉണ്ട്. ഇസ്ഹാഖ് നബിന്റെ ഉപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എല്ലാവരും ഒരു മസ്ജിദിലാണ്. മാഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ലോകത്ത് നമ്മൾ എല്ലാ നിസ്കാരത്തിലും ഓർക്കുന്ന നബിയല്ലേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അവിടെയൊക്കെ ചെന്ന് ദുആ എടുക്കുമ്പോൾ ഒരു വല്ലാത്തൊരു അനുഭവമാണ് ആ മസ്ജിദിലേക്ക് കടക്കുന്നത് തന്നെ. സുബ്ഹാനല്ലാഹ്. ഒരുപാട് പോലീസുകാരുടെ പട്ടാളക്കാരുടെ ചെക്കിങ് കഴിഞ്ഞിട്ടേ ഉള്ളിൽ കടക്കാൻ പറ്റുള്ളൂ. ഒരു സൂചി പോലും അതിനകത്തേക്ക് കയറൂല. പള്ളി നിസ്കരിക്കാൻ ആളില്ല, എല്ലാവർക്കും പേടിയാണ് വരാൻ. ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ അവർക്ക് അകമ്പടിയായി പോലീസുകാർ സൗകര്യം ചെയ്തു കൊടുക്കും. അങ്ങനെ പോവുക, വരിക, അത്രയേ ഉള്ളൂ. എപ്പോഴും വളരെ സെൻസിറ്റീവായി നിൽക്കുന്ന, എപ്പോഴും യുദ്ധം പുറപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്രദേശം കൂടിയാണത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. 80 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അള്ളാഹു കാണിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. പക്ഷേ ആ ക്ഷമക്ക് അള്ളാഹു കൊടുത്ത കൂലിയാണത്. മകനെ കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം ലോകത്തോട് വിട പറയുന്നത്. ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. എന്നാൽ ആ സമ്പത്തിൽ ഒന്നുപോലും മക്കൾക്ക് ഓഹരി വെച്ചു കൊടുക്കാതെ മക്കൾക്ക് ദീന് മാത്രം കൊടുത്തൊരു പിതാവാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മക്കൾക്കൊന്നും ഉണ്ടായില്ല. മക്കളൊക്കെ ചെറിയ ചെറിയ സമ്പാദ്യങ്ങളാണ് ഉണ്ടായത്. മാ ഖല്ലഫ ലഹും മാലൻ ഫസാറൂ മിൻ അഗ്നൽ അഗ്നിയാ. വാപ്പയുടെ വകയായിട്ട് സമ്പത്തൊന്നും കിട്ടിയിട്ടില്ല ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ. പക്ഷേ വാപ്പയുടെ മരണശേഷം ഈ മക്കൾ വലിയ സമ്പൽ സമൃദ്ധി അല്ലാഹു അവർക്ക് നൽകിയത് ചരിത്രത്തിലുണ്ട്. അത് അല്ലാഹു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ നന്മകൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലമാണ്. മക്കളോട് പറയുമായിരുന്നു, മക്കളെ, വാപ്പാക്ക് ഒരു ഡ്രസ്സാണുള്ളത്, മക്കൾക്കും അത് മതി. വാപ്പക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് എന്താണോ വിശപ്പടങ്ങാൻ കഴിയുന്നത് അത് മാത്രമേ വാപ്പയുടെ ബൈത്തുൽ മാലിൽ നിന്നുള്ള മുസ്ലിമീങ്ങളുടെ സമ്പത്താണ്. അതുകൊണ്ട് എനിക്ക് ദൂർത്തടിക്കാനോ അനാവശ്യമായി ചിലമായി സ്വന്തം ഭാര്യയായ ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക് ഇബ്നു മർവാൻ, അബ്ദുൽ മലിക് ഇബ്നു മർവാനിന്റെ മകൾ ഫാത്തിമയാണ് ഭാര്യ. ആ ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, നിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ വജ്രമാല എടുത്തെനിക്ക് താ.
അത് നിന്റെ വാപ്പ നിനക്ക് തന്ന സമ്മാനമാണ്. പക്ഷേ നിന്റെ വാപ്പ മുസ്ലിമീങ്ങളുടെ സമ്പത്ത് അനർഹമായി കൈപ്പറ്റിയ ആളാണ്. അതുകൊണ്ട് നിന്റെ കഴുത്തിലെ 100 കണക്കിന് കല്ലുകളുള്ള വജ്രമാല മുസ്ലിമീങ്ങളുടെ ബൈത്തുൽ മാലിലേക്ക് കൊടുക്കണം, അതെടുത്തു താ എന്ന് പറഞ്ഞപ്പോഴേക്കും ഭർത്താവിന്റെ കയ്യിലേക്ക് കൊടുത്ത ഭാര്യയാണ് ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്. മരിച്ചപ്പോ ഖസാനയുടെ സൂക്ഷിപ്പുകാരൻ ചെന്ന് പറഞ്ഞു, ഫാത്തിമ, ഭർത്താവ് മരിച്ചില്ലേ, നിങ്ങളുടെ ആ മാല ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല, അത് അവിടെ തന്നെ ഉണ്ട്, വേണോ? കഴുത്തിലെടുത്ത് അണിയണമോ? 40 വയസ്സിനുള്ളിൽ മരിച്ചിട്ടുണ്ട് ഉമർ ഇബ്നുൽ അസീസ് തങ്ങൾ റളിയല്ലാഹു അൻഹു. 2.5 കൊല്ലമാണ് ഭരിച്ചത്. പക്ഷേ 25 കൊല്ലത്തിന്റെ നന്മ ചെയ്തു പോയ മഹാൻ. പറാവുകാരൻ ചോദിച്ചു, വേണോ? എടുത്തു തരാ, എന്റെ കയ്യിലുണ്ട്, ഞാനത് ആർക്കും കൊടുത്തിട്ടില്ല, അന്ന് അയച്ചു വെച്ചതല്ലേ. അദ്ദേഹത്തിന് അറിയാം ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് മാല ഇഷ്ടമല്ല, ആഭരണങ്ങൾ ഇഷ്ടമാണല്ലോ. അന്നേരം ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക് കൊടുത്ത മറുപടിയുണ്ട്, മാ കുൻതു ലിഉതിഅഹു ഹയ്യൻ വഅസിയഹു മയ്യിതാ. ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്റെ ഭർത്താവിനെ അനുസരിക്കുകയും മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിനെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന പെണ്ണല്ല ഞാൻ. അത് അല്ലാഹുവിന് വേണ്ടി ബൈത്തുൽ മാലിലേക്ക് ഞാൻ നൽകിക്കഴിഞ്ഞു, പാവപ്പെട്ടവർക്ക് നൽകാൻ, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ ഉമ്മ. ഈ ഉമ്മാക്കും ഉപ്പാക്കും അവരുടെ മക്കളെ അല്ലാഹു കൺമണി പോലെ സംരക്ഷിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അസ്മാ ബീവി റളിയല്ലാഹു അൻഹ, ഉമ്മയെ കുറിച്ചാ പറയുന്നത്. ആരാണ് അസ്മാ ബീവി? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ സിദ്ദീഖ് തങ്ങളുടെ പ്രിയപ്പെട്ട മോളാണിത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയാണ്, പക്ഷെ ഉമ്മ വേറെയാണ്. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹാ 100 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ തങ്ങളുടെ ഹജ്ജാജ് ഇബ്നു യൂസുഫും തമ്മിലുണ്ടായ സംഘട്ടനം മക്കയിൽ നടക്കുമ്പോ അസ്മാ ബീവിക്ക് കണ്ണു കാണില്ലായിരുന്നു. 100 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ആരാണ് അസ്മാ ബീവി എന്നറിയുമോ? ഹബീബായ നബി തങ്ങൾ ഹിജ്റ പോകുമ്പോൾ സൗർ ഗുഹയിൽ മുത്തനബി തങ്ങളും സിദ്ദീഖ് തങ്ങളും അവിടെ 3 ദിവസം ഒളിച്ചു പാർത്തപ്പോൾ അവർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്ത പൂർണ്ണ ഗർഭിണിയായിരുന്ന അസ്മാ റളിയല്ലാഹു അൻഹ ഒരു ദിവസം 2 തവണ ആ സൗർ മല മുഴുവൻ. നമുക്ക് ആണുങ്ങൾക്ക് തന്നെ കയറാൻ വയ്യ, പിന്നീട് ഗർഭിണികൾക്ക്. നമുക്ക് ഇന്നവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പാകിസ്ഥാനികൾ കുറെ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി സൗകര്യം ചെയ്തിട്ടുണ്ട് സൗറും ഹിറായും കാണാൻ. പക്ഷേ നമുക്ക് പോലും തളർന്നു പോയി പോകും അവിടെ എത്തുമ്പോഴേക്ക്. സുബ്ഹാനല്ലാഹ്. ആ 2 മലകളിൽ ഏറ്റവും ഉയർച്ചയുള്ള മലയാണ്, ഉയർന്ന മലയാണ് സൗർ. ആ സൗർ മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹാ ഹബീബായ തങ്ങൾക്കും തന്റെ അവരുടെ ഉപ്പയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഭക്ഷണവുമായി രാവിലെയും വൈകുന്നേരവും കയറിയിറങ്ങും, ആരാരും കാണാതെ. ഗർഭിണിയായിരുന്ന മഹദി അന്ന് ഭക്ഷണം കൊണ്ടുപോകുമ്പോ കെട്ടിവെക്കാൻ കയറ് കിട്ടിയില്ല. എങ്ങനെ തെരഞ്ഞിട്ടും കയറ് കിട്ടുന്നില്ല.